എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗര ഹൃദയത്തിലൊരു കുളമുണ്ട്. അത് അധികമാരും ശ്രദ്ധിക്കാറില്ല. കരിമഠം കുളം, കരിമഠം കോളനിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളം. ചുരുക്കി പറഞ്ഞാൽ ഒന്ന് നവീകരിച്ച് നന്നാക്കി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നിവാസികൾക്ക് നല്ലൊരു പ്രയോജനം നൽകുന്ന ഒരു കുളമാണ്. ഒരുപാട് നീന്തൽ പരിശീലനം, മറ്റു പല പരിപാടികളും ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കുളത്തെ അവഗണിക്കപ്പെട്ട് വളരെ നാശമായ അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഇന്ന് വലിയൊരു മാലിന്യം പേറുന്ന ഒന്നായി ഈ കുളം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അധികാരികളുടെ കണ്ണിൽ ഈ വീഡിയോ എത്തുകയാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്നതാണ് കരിമഠം കോളനി കുളം. 1.6 ഏക്കർ വിസ്തൃതിയുള്ള ഈ കുളം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. നിരവധി പദ്ധതികൾ കാലാകാലങ്ങളായി ഈ കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് എങ്ങും എത്തിയിട്ടില്ല. മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ കുളം പ്രദേശവാസികളുടെ ആരോഗ്യത്തിനു തന്നെ ഭീഷണിയായി തീർന്നിരിക്കുന്നു. സീവേജ്, പ്ലാസ്റ്റിക്, ഇറച്ചി മാലിന്യങ്ങളെല്ലാം ഇവിടെ നിറഞ്ഞിരിക്കുന്നു. നഗരസഭയുടെ ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണ കേന്ദ്രവും ഈ കുളത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നു. മഴക്കാലമാകുന്നതോടെ സ്ഥിതി കൂടുതൽ ദുരിതമാകുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഈ കുളം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട നവീകരണങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. നഗരത്തിന് പൈതൃകമായി ലഭിച്ച ഈ ഒരു ജലാശയം വരും തലമുറയ്ക്കായി സംരക്ഷിക്കണമെന്ന ഒരു കടമ കൂടി നിർവഹിക്കാൻ അധികാരികൾ ബാധ്യസ്ഥരാണ്. ഇവിടെ കരിമഠത്തെ നാട്ടുകാരായ രണ്ടുപേരെ കണ്ടുമുട്ടി. ചേട്ടാ നമസ്കാരം, പേരെന്താണ്? പേര് സന്തോഷാണ്. സന്തോഷ്. എന്താണ് ഇപ്പൊ ശരിക്കും? നിവാസിയാണ്. ഓക്കെ. അപ്പൊ ഈ ശരിക്കും ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ കുളത്തിന്റെ? ഈ കുളം വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ഈ കോർപ്പറേഷൻ വകുപ്പ് മുഖേന വന്നിട്ട് ഇവിടെ ഈ കുളം വൃത്തിയാക്കിയിട്ടില്ല. കുളം അവർ ചെളി വാരി കളയുന്നുണ്ട്, ചെളി വാരി കളഞ്ഞ് കൊണ്ടുപോയിട്ടില്ല. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ചുറ്റുപാടുള്ള താമസിക്കുന്ന നമുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശരിക്കും ഇവിടെ ഇപ്പൊ എന്തെങ്കിലും നേരത്തെ വല്ല പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നോ? പ്രഖ്യാപിച്ചായിരുന്നു. ഇതിന്റെ അതായത് കൈവരികളൊക്കെ കെട്ടിയിട്ട് നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പിന്നെ ഗാർഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം നിലവിൽ വന്നിട്ട് അതിനെ കുറിച്ചൊന്നും ഒരു വാർത്തയില്ല, ഒരു കാര്യത്തില്ല. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ നടന്നു പറഞ്ഞതാണ്. ആർക്കെങ്കിലും കോൺട്രാക്ട് കൊടുക്കും, അവര് വരും. 10 ദിവസമോ 15 ദിവസമോ ജങ്കാർ ഇറക്കി പായലും മാറി വെള്ളവും അടിച്ചിട്ട് കാരണം പറയണത് ഈ വേസ്റ്റ് വാരി കളയാൻ സ്ഥലമില്ലെന്ന്. കോൺട്രാക്ട് കൊടുക്കുമ്പോ ഇവര് കണ്ടെത്തിയിട്ടല്ലേ കോൺട്രാക്ട് എടുക്കും. ശരിക്കും ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരുന്നെങ്കിൽ നമുക്കൊരു നല്ല നീന്തൽ കുളവും അല്ലേ കുട്ടികൾക്ക് നമ്മളെ കുട്ടികൾക്ക് വരുമായിരുന്നു. ഇത് അധികാരികൾ എന്തായാലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി. എന്തായാലും വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു കാണാക്കാഴ്ചയും വിശേഷവും ഒക്കെയായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.